ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ക്ലാസ്സുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. സ്കൂളിലത്തെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ സിക്സ്ത്തെ ഫസ്റ്റ് ഡേ ആണ്. കുറച്ച് ലേസിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ 5:30 എണീറ്റിരുന്നു. പിന്നെ രാവിലത്തെ ബാത്ത് ചെയ്ത് മുടി ഭയങ്കര കെട്ടുണ്ടായിരുന്നു. അപ്പോൾ കെട്ടൊക്കെ ഒന്ന് ജസ്റ്റ് റെഡി ആക്കുമായിരുന്നു. ഫസ്റ്റത്തെ ഡേക്ക് ഭയങ്കര ലേസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേസി ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ പ്രമോഷൻ ചെയ്യണില്ല ബിക്കോസ് ഞാൻ 2-3 വട്ടം പ്രമോഷൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അത് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നേരെ മുടിയൊക്കെ ഒന്ന് കെട്ടി പോണി ടൈലാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പോണി ടൈൽ കെട്ടി എനിക്കറിയാം എൻ്റെ മുടിക്ക് പോണി ടൈൽ അത്ര പറ്റില്ല വെച്ചാൽ മൊത്തം കെട്ടാകും. വന്നപ്പോൾ കെട്ടൊക്കെ ആയിരുന്നു. പിന്നെ സാധാരണ മോഡലാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. വണ്ടി വന്ന് വേഗം ഒരു തിരക്കിട്ട് പോയായിരുന്നു. പിന്നെ ആഫ്റ്റർ സ്കൂൾ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ബാഗൊക്കെ വെച്ച് എൻ്റെ ഇന്നത്തെ റൊട്ടീൻ പോലെ എല്ലാതും മറ്റേ ബാസ്ക്കറ്റിലിട്ട് ലോണ്ടറിയിലിട്ടു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി വായിക്കാറുള്ള ബുക്കാണ്. ആൻഡ് എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അന്ന് ഫസ്റ്റ് ഡേ ഉച്ചക്ക് സ്കൂൾ വിടായിരുന്നു. അതുകൊണ്ട് ചോറും തിന്ന് ഞാൻ ടയേർഡായിരുന്നു പറഞ്ഞിരുന്നല്ലോ. ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഉറങ്ങാമായിരുന്നു. അപ്പോൾ ഉറങ്ങുന്ന ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ. എനിക്ക് പറ്റിയൊരു ഉറക്കമായിരുന്നു. നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അലാറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലാറം വെച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത് ഗൈസ്. ഞങ്ങളുടെ ക്ലാസ് ഷഫിൾ ചെയ്തിരുന്നു. ഷഫിൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ബെസ്റ്റീസിന് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ബെസ്റ്റീസിനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴയ ബെസ്റ്റീസ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റീസ് ആർ ഗോൾഡ്. ഓക്കെ. പിന്നെ ഒക്കെ കൂടി എടുത്ത് താഴത്തോട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു. ഇന്ന് നൈറ്റിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചീർപ്പിനെ വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. കാർഡ്ബോർഡ് പീസും പിന്നെ അങ്ങനെ ചെറുപ്പുണ്ടാക്കാം. ആ ചെറുപ്പിനുള്ളിൽ കുറച്ച് കണ്ണാടിയിൽ ഞാൻ കാണിച്ചു ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആയിക്കണോ എന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റീവ് ആയിക്കുന്നത്. പിന്നെ ഈവനിങ്ങിൽ ഞാൻ ഐസ് വാട്ടറിൽ ഫേസ് ഒന്ന് ഡിപ്പ് ചെയ്തു. വെച്ചാൽ ഈ ഒരു ഐസ് വാട്ടറിൽ ഫേസ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. എൻ്റെ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ചളികളൊക്കെ പോകും. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്തു. ഇപ്പോൾ ഞാൻ കുറേ നല്ല സ്കിൻ കെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൈക്ലിങ്ങിന് പോയി. ഈവനിങ് ആ ടൈമിൽ സൈക്കിൾ ഓടിക്കാനും പോയി. ഞാൻ റോട്ടുമ്മക്ക് ഇപ്പോൾ അങ്ങനെ പോകലുണ്ട്. എനിക്ക് റോട്ടുമ്മക്ക് പോകൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ റോട്ടുമ്മക്ക് കൂടി ഒന്ന് പോയി ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്ന് സൈക്ലിങ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ 7:30 ആയപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് കയറിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഷോപ്പിങ്ങിന് പോകാൻ കാരണം ഒന്നാമത്തെ മെഡിസിനും അമ്മയ്ക്ക് മേടിക്കേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മിഠായിയും മേടിക്കാനുണ്ടായിരുന്നു. ഒന്നാമത്തെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്കല്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള ക്രീം പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞം ആക്കി. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ അവിടെ ഇല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വാനില ഫ്ലേവറായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ആ കവർ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. പിന്നെ യോഗട്ട്, മൈ ഫേവറേറ്റ് സാധനമാണ് യോഗട്ട്. ഞാൻ എൻ്റെ മമ്മൻ്റെ കൂടെ പോയാൽ അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ യോഗട്ടിൻ്റെ ഒരു പെട്ടി കൊണ്ടുവരലാണ്. ഞാനിപ്പോൾ ഇത് ഫ്ലേവറുള്ള യോഗട്ടാണ് കഴിക്കുന്നത്. ബ്ലൂബെറി യോഗട്ടാണ്. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.